ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് എക്സാം ഒക്കെ ആവാനായല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസിൻ്റെ ഒരു സെക്കൻഡ് ടേം സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് കുറേ അധികം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും സോൾവ് ചെയ്യാനില്ല എന്ന വിഷമം വേണ്ട. നമ്മുടെ ചാനലിൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാമ്പിൾ പ്രാക്ടീസ് പേപ്പേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 5 ക്രിസ്മസ് എക്സാം എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് മലയാളം മീഡിയം കൂട്ടുകാരുടേതാണ്. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടേത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. കൂട്ടുകാരെല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഇതിലുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് കേട്ടോ. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന ശാസ്ത്രം ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് 2 മണിക്കൂറാണ്. നിങ്ങൾക്ക് 30 മാർക്കിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ ഒരു സമയം കൂട്ടുകാരെല്ലാവരും നന്നായി ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്ക് എത്രയും പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത് എന്നെല്ലാം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ആകെ 8 പ്രവർത്തനങ്ങളുണ്ട്. അതിൽ 6 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ആകെ നിങ്ങൾക്ക് 8 പ്രവർത്തനമാണുള്ളത്. അതിൽ 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 2 എണ്ണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പ്രവർത്തനം 1 എന്താണെന്ന് നമുക്ക് നോക്കാം. സീന ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായ വസ്തുക്കൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തി തൻ്റെ ശാസ്ത്ര പുസ്തകത്തിൽ ജലത്തിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കാത്തവയുമായ വസ്തുക്കളെ തരംതിരിച്ച് ഊഹം രേഖപ്പെടുത്തി. പരീക്ഷണം നടത്തിയപ്പോൾ ഊഹത്തിൽ പലതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. സീനയുടെ ഊഹം താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് സീന എന്ന് പറയുന്ന ഒരു കുട്ടി ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായ വസ്തുക്കൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ആദ്യഘട്ടം എന്ന നിലയിൽ ചുറ്റുപാടുമുള്ള വസ്തുക്കളെല്ലാം പട്ടികപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. പട്ടികയെ അടിസ്ഥാനപ്പെടുത്തി തൻ്റെ ശാസ്ത്ര പുസ്തകത്തിൽ ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായ വസ്തുക്കളെ തരംതിരിച്ച് ഊഹം രേഖപ്പെടുത്തി അല്ലേ. അപ്പോൾ ആ ഒരു സീനയുടെ ഊഹം ആ ഒരു പട്ടികയിലാക്കിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ പലതും തെറ്റാണെന്ന് അവൾക്ക് അറിയാം അല്ലേ. അപ്പോൾ സീനയുടെ ഊഹം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ജലത്തിൽ ലയിക്കുന്നവയിൽ എഴുതിയിട്ടുള്ളത് പഞ്ചസാര, തേയില, മുളക് പൊടി, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, മണൽ എന്നിവയാണ്. ജലത്തിൽ ലയിക്കാത്തവയിൽ എഴുതിയിട്ടുള്ളത് തുരിശ്, അപ്പക്കാരം, ഇരുമ്പ് പൊടി, ഉപ്പ്, സോപ്പ് പൊടി എന്നിവയാണ്. അതിലെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവയിൽ തെറ്റായി രേഖപ്പെടുത്തിയത് തിരുത്തി എഴുതുക. ഇവയിൽ കുറച്ചെണ്ണം തെറ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ജലത്തിൽ ലയിക്കുന്നവ പഞ്ചസാര, അപ്പക്കാരം, തുരിശ്, ഉപ്പ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്നിവയാണ്. ജലത്തിൽ ലയിക്കാത്തവ തേയില, മുളക് പൊടി, മണൽ, ഇരുമ്പ് പൊടി, സോപ്പ് പൊടി ജലത്തിൽ പതക്കേ ഉള്ളൂ, അത് ലയിക്കുകയില്ല കേട്ടോ. പൂർണ്ണമായും ലയിച്ചു ചേരുകയില്ല, അതിൽ നിന്ന് പദം മാത്രമേ വരികയുള്ളൂ. സീന എഴുതിയിട്ടുള്ളതിൽ നിന്ന് ശരിയായിട്ടാണ് നമ്മൾ ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അതിലെ ബി ചോദ്യം, സോഡ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വാതകം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് ആണ് സോഡാ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വാതകം. അതിലെ സി ചോദ്യം, ജലത്തിൽ പഞ്ചസാര ലയിപ്പിച്ചാൽ അതിലെ ലീനം, ലായിനി, ലായകം ഇവ ഏതെല്ലാം ആയിരിക്കും. അപ്പോൾ ജലത്തിൽ പഞ്ചസാരയാണ് ലയിപ്പിക്കേണ്ടത്. അതിലെ ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്, ലായിനി ജലം, ലായകം എന്ന് പറയുന്നത് പഞ്ചസാര ലായനിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് പ്രവർത്തനം 1 കൂട്ടുകാർക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും 5 മാർക്ക് വീതമാണ് നൽകുന്നത് കേട്ടോ. പ്രവർത്തനം 2 ശുദ്ധജല ഉപയോഗത്തിൻ്റെ ഒരു ദിവസത്തെ അളവ് പട്ടികപ്പെടുത്തിയത് ചുവടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ താഴെ നമുക്ക് ആവശ്യം എന്താണെന്ന് നൽകിയിട്ടുണ്ട്. ഉപയോഗം എത്ര ലിറ്ററിലാണ് എന്നും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുടിക്കാൻ 2.5 to 3.5 ലിറ്ററാണ്. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് 3.0 to 4.0 ലിറ്ററാണ്. കുളിക്കാനും വസ്ത്രം കഴുകാനും കൂടിയിട്ട് 30.0 ലിറ്ററാണ്. മൃഗങ്ങളെ കുളിപ്പിക്കാൻ 25.0 ലിറ്റർ, വാഹനങ്ങൾ കഴുകാൻ 50.0 ലിറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യവും അതുപോലെ ഉപയോഗിക്കുന്ന ലിറ്റർ കണക്കും തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങൾ എന്താണെന്ന് നോക്കാം.
ചോദ്യം പട്ടിക വിശകലനം ചെയ്ത് ശുദ്ധജലം പാഴാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ശുദ്ധജലം പാഴാക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കുളിക്കാനും വസ്ത്രം കഴുകാനും 30.0 ലിറ്റർ ചെലവാക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ മൃഗങ്ങളെ കുളിപ്പിക്കാൻ 25.0 ലിറ്റർ, വാഹനം കഴുകാൻ 50.0 ലിറ്റർ. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കാണ് ശുദ്ധജലം പാഴാക്കുന്നത്. അടുത്തത് ബി ചോദ്യം, മനുഷ്യരുടെ രക്തത്തിൽ ജലത്തിൻ്റെ ശതമാനം എത്രയാണ്? ഉത്തരം താഴെ കൊടുക്കുന്നുണ്ട്. 94.00% ആണ്. അടുത്തത് അതിലെ സി ചോദ്യം, നിങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികളെ ശുദ്ധജലം പാഴാക്കുന്നതിനെതിരെ ബോധവൽക്കരിക്കുന്നതിനായി പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ അത് പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നന്നായി ബോക്സൊക്കെ വരച്ച് അതിനുള്ളിൽ ശുദ്ധജലം പാഴാക്കുന്നതിനെ കുറിച്ചുള്ളൊരു പോസ്റ്ററാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ എഴുതേണ്ടത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. 2-3 കോട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വായിച്ചു തരാം. ഒന്നാമത്തേത്, ശുദ്ധജലം ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്, പാഴാക്കരുത്, സംരക്ഷിക്കുക എന്നെഴുതാം. അല്ലെങ്കിൽ ജലം ജീവിതമാണ്, ടാപ്പ് തുറന്നു വെക്കരുത്, പാഴാക്കുന്ന ഓരോ തുള്ളിയും നാളെയുടെ നഷ്ടം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോട്ടുകളൊക്കെ എഴുതിയിട്ടാണ് കൂട്ടുകാർ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നല്ല ക്രിയേറ്റീവായിട്ട് കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകാർക്ക് പോസ്റ്റർ തയ്യാറാക്കാം. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അത് നല്ല വൃത്തിയിൽ ഭംഗിയിൽ കളറൊക്കെ നൽകിയിട്ട് നല്ല ഭംഗിയുള്ളതാക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് അതേപ്പറ്റി അറിയുന്ന ഓരോ കോട്ടുകൾ കൂട്ടുകാർക്ക് അതിൽ എഴുതി വെക്കാം കേട്ടോ. പ്രവർത്തനം 3, സസ്യങ്ങളുടെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും. അപ്പോൾ എന്താണ്, സസ്യങ്ങളുടെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്കായിട്ട് വിതരണം ചെയ്യുന്നുണ്ടല്ലേ. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്തും അതുപോലെ തന്നെ ഒരു സസ്യം പല പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിത്ത് വിതരണത്തിനായി സസ്യങ്ങൾ പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അതിലെ എ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നവ കണ്ടെത്തുക. അപ്പോൾ അതിന് നമുക്ക് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഓപ്ഷൻ തേങ്ങ, ബി പേരയ്ക്ക, സി വെണ്ടയ്ക്ക. അപ്പോൾ ഇതിൽ ഏതാണ് പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിൽ എ ഓപ്ഷനാണ് ശരി ഉത്തരം, പേരയ്ക്കാണ് കേട്ടോ. അതിലെ ബി ചോദ്യം, ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക എന്നാണ്. അപ്പോൾ വിത്ത് വിതരണം എന്നത് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ കാറ്റ് ചെയ്യുന്നത് അപ്പൂപ്പൻ താടിയാണ്. അതുപോലെ തന്നെ മാങ്ങയും ഞാവൽപ്പഴവും ആര് മുഖേനയാണ് വിത്ത് വിതരണം നടത്തുന്നത് എന്നെഴുതണം. അതുപോലെ വെള്ളം വഴി വിത്തുകൾ വിതരണം ചെയ്യുന്നത് ഏതാണെന്ന് എഴുതണം. പൊട്ടിത്തെറിച്ച് വിത്ത് ഉണ്ടാവുന്നത് ഏതാണെന്ന് എഴുതണം. അതിലൊന്ന് നമുക്ക് തന്നിട്ടുണ്ട്, പഞ്ഞി എന്നുള്ളത്. അതിൽ എ എന്നുള്ളിടത്ത്, അതായത് മാങ്ങയും ഞാവൽപ്പഴവും വിത്ത് വിതരണം നടക്കുന്നത് മനുഷ്യൻ വഴിയാണ്. അതുപോലെ തന്നെ കാറ്റ് വഴി അപ്പൂപ്പൻ താടിയും പിന്നെ മുരിങ്ങയും നടക്കുന്നുണ്ട്. വെള്ളം വഴി നടക്കുന്നത് തേങ്ങയാണ്. തേങ്ങ വിത്ത് വിതരണം നടക്കുന്നത് വെള്ളം വഴിയാണ്. ഇനി പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടക്കുന്നത് പഞ്ഞിയുണ്ട്, അതുപോലെ തന്നെ പയറുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് വിത്ത് വിതരണം നടക്കുന്നത് എന്നും അതിനുള്ള എക്സാമ്പിൾസും കൂട്ടുകാരോട് ചോദിക്കും. അപ്പോൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. പ്രവർത്തനം 4, പയർ, മാങ്ങ, തെങ്ങ്, മുള തുടങ്ങിയ സസ്യങ്ങളുടെ ഇലകളുടെയും വേരുകളുടെയും ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ താഴെ നമുക്ക് പയറിൻ്റെ തന്നിട്ടുണ്ട്, മാവിൻ്റെ തന്നിട്ടുണ്ട്, തെങ്ങ്, മുള എന്നിവയുടെ വേരുകളും ഇലകളുമാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. അതിലെ എ ചോദ്യം, ചിത്രം നിരീക്ഷിച്ച് ഒരേ സിരാവിന്യാസമുള്ള 2 സസ്യങ്ങളെ കണ്ടെത്തി എഴുതുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് ഒരേ സിരാവിന്യാസമുള്ള 2 സസ്യങ്ങളെ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിലെ ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കൊടുക്കുന്നുണ്ട്. ഉത്തരം പയർ, മാവ് രണ്ടിൻ്റെയും സിരാവിന്യാസം എന്ന് പറയുന്നത് ജാലക നരനിരപ്പാണ്, അതായത് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അടുത്തത് അതിലെ ബി ചോദ്യം, ഓരോ സസ്യത്തിൻ്റെയും സിരാവിന്യാസത്തിൻ്റെയും വേര് പടലങ്ങളുടെയും പേരുകൾ എഴുതുക. അപ്പോൾ നമുക്ക് താഴെ സസ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ എല്ലാം സിരാവിന്യാസവും അതുപോലെ വേര് പടലവും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പയറിൻ്റെ സിരാവിന്യാസം എന്ന് പറയുന്നത് ജാലക നരനിരപ്പാണ്, റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. വേരുപടലം തനിമൂലമാണ്, അതായത് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഇനി അടുത്തത് മാവിൻ്റെ സിരാവിന്യാസം ജാലക നരനിരപ്പ് തന്നെയാണ്, റെറ്റിക്കുലേറ്റ് വീനേഷൻ. തനിമൂലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് വേരുപടലം. അപ്പോൾ പയറിൻ്റെയും മാവിൻ്റെയും സിരാവിന്യാസവും വേരുപടലവും ഒന്ന് തന്നെയാണ്. അടുത്തത് തെങ്ങിൻ്റെ സിരാവിന്യാസം സമാന്തര നരനിരപ്പാണ്, അതായത് പാരലൽ വീനേഷൻ ആണ്.
വേരുപടലം, തൂവൽ വേരുകൾ അല്ലെങ്കിൽ സംയുക്ത വേരുകൾ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഫൈബ്രസ് റൂട്ട് എന്നാണ് പറയുന്നത്. അടുത്തത് മുളയുടെ സിരാവിന്യാസം സമാന്തര നരനിരപ്പാണ്, പാരലൽ വീനേഷൻ. അതുപോലെ വേരുപടലം, തൂവൽ വേരുകൾ അല്ലെങ്കിൽ സംയുക്ത വേരുകൾ, അതിന് ഫൈബ്രസ് റൂട്ട് എന്നും പറയും. അപ്പോൾ തെങ്ങിൻ്റെയും മുളയുടെയും സിരാവിന്യാസവും വേരുപടലവും ഒന്ന് തന്നെയാണ്. അതുപോലെ പയറിൻ്റെയും മാവിൻ്റെയും സിരാവിന്യാസവും വേരുപടലവും സെയിം തന്നെയാണ് കേട്ടോ. അടുത്തത് പ്രവർത്തനം 5. താഴെ തന്നിരിക്കുന്ന നക്ഷത്ര ഗണത്തിൻ്റെ ചിത്രങ്ങൾ പരിശോധിക്കുക. അപ്പോൾ താഴെ നമുക്ക് ചിത്രം 1, ചിത്രം 2 എന്ന് പറഞ്ഞിട്ട് 2 നക്ഷത്ര ഗണങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിലെ ചോദ്യം ചിത്രത്തിലെ നക്ഷത്ര കൂട്ടങ്ങളുടെ പേരുകൾ എഴുതുക. അപ്പോൾ താഴെ തന്നിട്ടുള്ള ചിത്രം 1ലെയും ചിത്രം 2ലെയും ചിത്രങ്ങളുടെ നക്ഷത്ര കൂട്ടങ്ങളുടെ പേരുകൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെ ചിത്രം 1 കാണിക്കുന്നത് വടക്കൻ വലിയ നക്ഷത്രജതമാണ്. അതായത് ആൾസ മേജർ എന്ന് പറയുന്ന നക്ഷത്ര ഗണമാണ്. ഇതിനെ സാധാരണ ബിഗ് ഡിപ്പർ അല്ലെങ്കിൽ വലിയ ഡിപ്പർ എന്നും വിളിക്കും. അടുത്തത് രണ്ടാമത്തെ ചിത്രം 2ലുള്ളത് ഓറിയൻ ആണ്. ഓറിയൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിലും പറയുന്നത്. ബി ചോദ്യം ചിത്രം 1ലെ നക്ഷത്ര സമൂഹം ഏത് മാസത്തിലാണ് ആകാശത്ത് കാണാൻ കഴിയുക? ഉത്തരം ഡിസംബർ. സി ചോദ്യം ചിത്രം 2ൽ എത്ര നക്ഷത്രങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും? അതിൽ നമുക്ക് എത്ര നക്ഷത്രം കാണാൻ കഴിയും കൂട്ടുകാരെ? ഉത്തരം 7 നക്ഷത്രങ്ങൾ. ഡി ചോദ്യം ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരെഴുതുക. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഉത്തരം സ്റ്റെല്ലേറിയം. പ്രവർത്തനം 6. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ചാന്ദ്രയാൻ പോലെ നിരവധി ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലെ ചോദ്യം ശരിയായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ നമുക്ക് അവിടെ ദൗത്യം തന്നിട്ടുണ്ട്, ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതുപോലെ ലക്ഷ്യം തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേതിൻ്റെ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചൊവ്വ പര്യവേഷണമാണ്. അതിൻ്റെ ദൗത്യം നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ആദിത്യ N1 ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ ലക്ഷ്യം നമ്മൾ എഴുതണം. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഗഗൻയാനാണ്. അതിൻ്റെ ബഹിരാകാശ പര്യവേഷണമാണ്. അത് ഫുള്ളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയും ബിയും എന്താണെന്ന് നോക്കാം. എ എന്ന് പറയുന്നത് മംഗൾയാനാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചൊവ്വ പര്യവേഷണമാണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ആദിത്യ L1 ആണ്. അതിൻ്റെ ലക്ഷ്യം സൂര്യ നിരീക്ഷണമാണ് കേട്ടോ. അതിലെ ബി ചോദ്യം ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ബഹിരാകാശ പരീക്ഷണശാലകളാണ് ബഹിരാകാശ നിലയങ്ങൾ. ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഉത്തരം പോയിന്റ് ആയിട്ടാണ്. ആദ്യത്തെ പോയിന്റ് ഭാരം രഹിതാവസ്ഥ, ഗുരുത്വാകർഷണ അഭാവം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ബഹിരാകാശ കിരണങ്ങൾ, മാനസിക സമ്മർദ്ദം, സ്പേസ് മോഷൻ സിക്നസ്, ഭക്ഷണം, വെള്ളം, ഓക്സിജൻ എന്നിവയുടെ പരിമിതി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർ നേരിടുന്നത്. അപ്പോൾ ഇനിയും കൂട്ടുകാർക്ക് അറിയാവുന്ന സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് പഠിച്ചാലും മതി കേട്ടോ. അതിലെ സി ചോദ്യം ഭൂമിയുടെ പ്രകൃതിയാലുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാത്ത ആകാശഗോളമാണ് എന്നത് ചന്ദ്രൻ്റെ പ്രത്യേകതയാണ്. മറ്റ് 2 പ്രത്യേകതകൾ കൂടി എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ 4 പറഞ്ഞിട്ടുണ്ട്, 2 എഴുതിയാൽ മതി കേട്ടോ. ഒന്നാമത്തേതാണ് ഗോളാകൃതി. പിന്നെ ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ്. ഭൂമിയുടെ ഭ്രമണ അച്ചിൻ്റെ സ്ഥിരത നിലനിർത്തുന്നു. ജലം വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ ചന്ദ്രൻ്റെ പ്രത്യേകതകളാണ്. അടുത്തത് പ്രവർത്തനം 7. ചോദ്യം താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക. താഴെ നമുക്ക് കൃതിമോപഗ്രഹം അതുപോലെ പ്രധാന ഉപയോഗമാണ് തന്നിട്ടുള്ളത്. ഇൻസാറ്റിൻ്റെ പ്രധാന ഉപയോഗം നമ്മൾ എഴുതണം. അതുപോലെ തന്നെ പ്രധാന ഉപയോഗം നമുക്ക് തന്നിട്ടുണ്ട് ജ്യോതിശാസ്ത്ര പഠനം. അതിൻ്റെ കൃതിമോപഗ്രഹം ഏതാണെന്ന് എഴുതണം. അതുപോലെ GSAT 7 തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഉപയോഗം എഴുതണം. അപ്പോൾ നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ അതിൽ ABC ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്ന് പറയുന്നത് അതായത് ഇൻസാറ്റിൻ്റെ പ്രധാന ഉപയോഗം വാർത്താവിനിമയമാണ്. ജ്യോതിശാസ്ത്ര പഠനം എന്നുള്ളതിൻ്റെ കൃതിമോപഗ്രഹം എന്ന് പറയുന്നത് ആസ്ട്രോസാറ്റ് ആണ്. GSAT 7ൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് പ്രതിരോധമാണ് കേട്ടോ. അതിലെ ബി ചോദ്യം GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേരെഴുതുക. ഉത്തരം ഇന്ത്യൻ റീജിയൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, അതായത് IRNSS.
സി ചോദ്യം, റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രത്തിൻ്റെ വിവരമാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഈ രണ്ട് വിവരങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ SDSC എന്ന് പറയുന്നത്. അടുത്തതാണ് അവസാനത്തെ പ്രവർത്തനം 8. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ, എന്താണത്? വിത്ത് മുളയ്ക്കുന്നതിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. വിത്ത് മുളച്ച് ചെടിയാകുന്നതിൻ്റെ. ചോദ്യം എന്താണ്? ചിത്രത്തിൽ A, B എന്നിവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എഴുതുക. തന്നിട്ടുള്ള ചിത്രത്തിലെ A എന്ന് പറയുന്നത് ബീജമൂലമാണ്, അതുപോലെ B എന്ന് പറയുന്നത് ബീജപത്രമാണ് കേട്ടോ. ഉത്തരങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. അതിലെ B ചോദ്യം, ഓരോ ഭാഗത്തിലും സംഭവിക്കുന്ന മാറ്റം എന്താണ്? അപ്പോൾ ഇതിലെ ബീജമൂലം ബീജപത്രം എന്നതിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ബീജമൂലത്തിൽ ഉണ്ടാവുന്നത് ബീജമൂലം വേരുപടലമാകുന്നു എന്നതാണ്. അടുത്തത് ബീജപത്രത്തിൽ ഉണ്ടാകുന്നത് ബീജപത്രം ആദ്യത്തെ ഇലകൾ, അതായത് പ്രാഥമിക ഇലകളാകുന്നു എന്നതാണ് കേട്ടോ. അടുത്തത് അതിലെ C ചോദ്യം, നടീൽ വസ്തുക്കളെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന സസ്യങ്ങളെ തരംതിരിക്കുക. അപ്പം നടുന്നത് എങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് താഴെ തന്നിട്ടുള്ള സസ്യങ്ങളെ തരംതിരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെല്ല്, മരച്ചീനി, ഇലമുളച്ചി, ശീമപ്ലാവ്, പയർ, മുല്ല, കറിവേപ്പ്, നിലപ്പന എന്നീ സസ്യങ്ങളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ഇനി നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ നടീൽ വസ്തുക്കളെ അടിസ്ഥാനമാക്കിയിട്ട് അത് തരംതിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തേത് വിത്ത് മുളച്ചുണ്ടാകുന്നവയാണ്. അത് നെല്ല്, പയർ എന്നീ സസ്യങ്ങളാണ്. ഇലമുളച്ചുണ്ടാകുന്നവ ഇലമുളച്ചി, നിലപ്പന. തണ്ട് മുളച്ചുണ്ടാകുന്നവയാണ് മരച്ചീനി, കറിവേപ്പ്. വേര് മുളച്ചുണ്ടാകുന്നവയാണ് മുല്ല, ശീമപ്ലാവ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നടീൽ വസ്തുക്കളെ അടിസ്ഥാനമാക്കി താഴെ പറഞ്ഞ ആ സസ്യങ്ങളെയെല്ലാം തരം തിരിച്ചിട്ടുള്ളത്. അപ്പോൾ 4 രീതിയിലാണ് നമ്മൾ അതിനെ തരംതിരിക്കുക. വിത്ത് മുളച്ചുണ്ടാകുന്നവ, ഇല മുളച്ചുണ്ടാകുന്നവ, തണ്ട് മുളച്ചുണ്ടാകുന്നവ, അതുപോലെ വേര് മുളച്ചുണ്ടാകുന്നവ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 8 പ്രവർത്തനങ്ങളും അതിലെ എല്ലാ ഉത്തരങ്ങളും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും, നിങ്ങൾക്ക് എക്സാമുള്ള എല്ലാ വിഷയങ്ങളുടെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് എക്സാം നന്നായി എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.